ഖുർആനിൽ തലമറക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞു? ആരാണത് പറഞ്ഞത്? ഇവിടെ ധാരാളം ഉമ്മമാരുണ്ടല്ലോ. ഞാൻ എന്റെ സഹോദരിമാരോട് പറയട്ടെ, അള്ളാന്റെ ഖുർആൻ 33-ാം അധ്യായം 36-ാം വചനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാ വിശ്വാസികളും കേൾക്കേണ്ടതാണ്, വിശ്വാസിനികളും കേൾക്കേണ്ടതാണ്. ഇത് പറയുമ്പോ മതത്തിന്റെ പുറത്തുള്ള ഒരു സഹോദരൻ എന്റെ സംസാരം കേൾക്കുന്നുവെങ്കിൽ അവരെ തെറ്റിദ്ധരിക്കേണ്ട. മതം പറയേണ്ട ബാധ്യത മതപണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. അത് ലോകാവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഖുർആനിലുള്ള ഒരു വചനമാണ് ഞാൻ കേൾപ്പിക്കുന്നത്. വിശ്വാസികളായ സഹോദര സഹോദരിമാരോട് ഉടയ തമ്പുരാനായ അല്ലാഹു നൽകിയ നിർദ്ദേശം എന്താണ്? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറ. എന്താ പറഞ്ഞത്? അല്ലാഹും റസൂലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞാൽ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ അവർക്ക് മറ്റൊരു നിലപാടുണ്ടാകാൻ പാടില്ല. അപ്പോഴല്ലേ മുസ്ലിമാകുന്നത്, അപ്പോഴല്ലേ നമ്മൾ യഥാർത്ഥ അനുസരണയുള്ളവരാകുന്നത്. അല്ലാഹും റസൂലും ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ ആ വിഷയത്തിൽ നിങ്ങൾക്ക് മറ്റൊരു നിലപാടുണ്ടാകരുത്. നമ്മുടെ നിലപാട് അല്ലാഹ് പറഞ്ഞ നിലപാട്, റസൂലുള്ള പറഞ്ഞ നിലപാട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം അല്ലാഹ് പറഞ്ഞു, വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലം മുബീനാ. അല്ലാഹും റസൂലും പറഞ്ഞതിന് എതിര് ചെയ്യാനാണ് പുറപ്പാടെങ്കിൽ അല്ലാഹ് പറയട്ടെ, ആ വഴി പിഴച്ചതാ, ആ മാർഗം മോശ, അത് നന്നല്ല. ഖുർആൻ 33-ാം അധ്യായം 36-ാം വചനത്തിൽ പറഞ്ഞതാ. ഇനി എന്താണ് വിശ്വാസിനികളായ പെണ്ണുങ്ങളോട് അല്ലാഹ് വസ്ത്രധാരണയുടെ കാര്യത്തിൽ നൽകിയ നിർദ്ദേശം? അത് കേൾക്കാൻ ഫാത്തിമമാര് ഉൾക്കൊള്ളണം, സുഹറമാര് ഉൾക്കൊള്ളണം. അവർക്കാണ് മുസ്ലിമായ പെണ്ണെന്ന് പറയാ. അല്ലാഹും റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിക്കുമ്പോ ഖുർആനിൽ എന്താ അല്ലാഹ് പറയുന്നത്? അധ്യായം അഹ്സാബ് 59-ാം വചനം. ഖുർആനിൽ ഉണ്ടോന്നാ ചിലർക്കൊക്കെ സംശയം. മതം അങ്ങനെ പറഞ്ഞോന്നോ ചിലരൊക്കെ സംശയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അധ്യായവും വചനവും ഒക്കെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പഠിക്കണം. എന്താണ് അല്ലാഹ് പറയുന്നത്? യാ അയ്യുഹൻ നബിയു, അല്ലാഹു തആല നബിയെ വിളിച്ചുകൊണ്ട് പറയുന്നത്, യാ അയ്യുഹൻ നബിയു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹ് വിളിച്ചിട്ട് പറയുന്നത്, ഓ നബിയേ, കുല്ലി അസ്വാജിക, നിങ്ങളുടെ പത്നിമാരോട് പറയണേ, വബനാതിക, നിങ്ങളെ പെൺമക്കളോട് പറയണേ, വനിസാഇൽ മുഅ്മിനീന, വിശ്വസിച്ച പെണ്ണുങ്ങളോട് പറയണം. അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ച പെണ്ണുങ്ങളോട് പറയണം. എന്താ പറയേണ്ടത്? യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, ജിൽബാബ് താഴ്ത്തിയിടാൻ വേണ്ടി പറയണം. ജലാബീബ് എന്താ അങ്ങനെ പറഞ്ഞാല്? എന്തിനാണ് ഈ ജലാബീബ് എന്ന് പറയാ? ശരീരമാകെ ചുറ്റിപ്പൊതിയുന്ന വസ്ത്രമാണ്. തലയും കഴുത്തും മാറിടവും മറയുന്ന വസ്ത്രം, അത് താഴ്ത്തിയിടണം. മുസ്ലിം പെണ്ണിന്റെ ഐഡന്റിറ്റിയാണ്. തലമറച്ച പെണ്ണ് മുസ്ലിം പെണ്ണാണെന്ന് തിരിച്ചറിയാനുള്ള ഐഡന്റിറ്റിയാണ്. അള്ളാന്റെ ഖുർആൻ പറയാണ്, നിങ്ങളെ തിരിച്ചറിയാൻ അതാണ് ഏറ്റവും നല്ലത്. പിന്നെന്തിനാ തലമറക്കുന്നത്? എന്തിനാ ശരീരം മറയുന്ന ചുറ്റിപ്പൊതിയുന്ന വസ്ത്രം ധരിക്കുന്നത്? അത് പീഡനത്തിന്റെ വസ്ത്രമായി കാണുന്നവരെ ധരിക്കുന്ന പെണ്ണിനോട് ചോദിക്കൂ, പർദ്ദ പെണ്ണിന് പീഡനമാണോ എന്ന്. അത് ധരിക്കുന്ന പെണ്ണുങ്ങളോട് ചോദിക്കൂ. ഞാൻ ചോദിക്കട്ടെ, ചിലർ ഇത് പറയുന്ന സമയത്ത് പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവർ ഇവിടെയുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രമല്ലേ നമ്മുടെ ഭാരതം? എന്തു ഭക്ഷിക്കണം എന്ന് തീരുമാനിക്കാൻ ഈ രാജ്യത്തെ പൗരന് ഭരണഘടന അനുമതി നൽകുന്നില്ലേ?
എന്തു വസ്ത്രം ധരിക്കണമെന്ന ഒരു തീരുമാനമെടുക്കാൻ ഇവിടുത്തെ പൗരന്മാർക്ക് ഭരണഘടന അനുമതി നൽകുന്നില്ല. നമ്മൾ ആരോടെങ്കിലും പറഞ്ഞോ എല്ലാ പെണ്ണുങ്ങളും തലമറച്ചോളണമെന്ന്? അത് പറയാൻ നമുക്ക് കഴിയില്ല. ഒരു മതേതര രാജ്യത്ത് അങ്ങനെ പറയാൻ സാധിക്കില്ല. പക്ഷെ ഏതെങ്കിലും ഒരു പെണ്ണ് എനിക്ക് തലമറക്കാനുള്ള അനുമതി തരണമെന്ന് പറഞ്ഞാൽ അത് പാടില്ലെന്ന് പറയാൻ ഏതു ഭരണഘടനയുടെ അനുമതിയോട് കൂടെയാണ് അതിന് തുനിയുന്നത്? ഇസ്ലാം പറയുന്നത് അതാണ്. പെണ്ണുങ്ങളെ, നിങ്ങൾ ശരീരം മറക്കണം. ഇസ്ലാം പെണ്ണിനെ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നവരോട്, ഇസ്ലാം പെണ്ണിനെ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നവരോട് വളരെ വിനയത്തോടെ ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്? അവരെങ്ങനെയാണ് പെണ്ണിനെ കണ്ടിരുന്നത്? പിതാ രക്ഷിത് കൗമാരേ ഭർത്താ രക്ഷിത് യൗവരേ പുത്രോ രക്ഷിത് വാർദ്ധക്യൈ നസ്ത്രീ സ്വതന്ത്രമർഹതി. അതിന്റെ അർത്ഥം പെണ്ണ് ഒരു നിലക്കും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നല്ലേ ആകത്തുക? ഈ പറഞ്ഞ കക്ഷികൾ ഇസ്ലാമിലെ പെണ്ണിന് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നുവെങ്കിൽ ഞാൻ എന്റെ സഹോദരിമാരോട് പറയട്ടെ, ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, പ്രത്യേകിച്ച് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സദസ്സിലുള്ള യുവതികളോട് പറയട്ടെ, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല. ഇസ്ലാം പെണ്ണിനെ പരിഗണിക്കാത്ത മതമാണെന്ന് ധരിക്കല്ല. 6-ാം നൂറ്റാണ്ടിൽ അല്ലാഹുവിന്റെ റസൂൽ പ്രബോധനം ചെയ്യുന്ന കാലം, ആ കാലത്തെ പെണ്ണിന്റെ ചരിത്രം വായിക്കണേ. എന്റെ പ്രിയപ്പെട്ട യുവതികളായ മുസ്ലിം സഹോദരിമാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 16-ാം അധ്യായം 58-ാമത്തെ വചനം ഒന്ന് വായിച്ചു നോക്കൂ. അതിൽ അല്ലാഹ് പറയുന്നത് കാണാം, 6-ാം നൂറ്റാണ്ടിലെ പെണ്ണിനോട് ആ കാലത്തെ ജനത കാണിച്ചിരുന്ന സമീപനം, ആ കാലഘട്ടത്തിലെ പെണ്ണുങ്ങളോട് കാണിച്ചിരുന്ന നിലപാട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്തുൻ നഹ്ൽ 58-ാമത്തെ വചനത്തിൽ കാണാം, വൈദാ ബുശ്ശിറ അഹദുകും ബിൽ ഉൻസാ, പ്രസവിച്ചു വീണത് പെൺകുഞ്ഞാണെങ്കിൽ വല്ല വജുഹു മുസ്വദ്ദൻ വഹുവ കലീം, അപമാനഭാരം കൊണ്ട് അവരുടെ മുഖമാകെ കറുത്തുപോയിരുന്നു. അതായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ പെണ്ണിന്റെ അവസ്ഥ. ജനിച്ചു വീണത് പെൺകുഞ്ഞാണെങ്കിൽ അപമാനം സഹിക്കവയ്യാതെയായിട്ട് അവരുടെ മുഖത്തെ പ്രഭ നഷ്ടപ്പെടും, പുറത്തിറങ്ങാൻ മടി വരും, ആളുകളിലേക്ക് ഇറങ്ങില്ല. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹൂനിൻ അം യദുസുഹു ഫിത്തുറാബ് അലാ സാഅ മാ യഹ്കുമൂൻ. 16-ാം അധ്യായം 59-ാം വചനം. എന്ത് ചെയ്യണം ഈ പെണ്ണിനെ? വെച്ചോണ്ടിരിക്കണോ? കുഴിയെടുത്ത് മണ്ണെടുത്ത് ആ കുഴിയിലേക്ക് തള്ളിയിട്ട് മണ്ണിട്ട് മൂടണോ? എത്രയെത്ര പെൺകുഞ്ഞുങ്ങളെ ആ ജീവനോടെ കുഴിച്ചു മൂടിയത്. സ്ത്രീ ജന്മം ശാപമാണെന്ന് കണ്ടിരുന്ന 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃത സമൂഹം. നമ്മുടെ നാട്ടിലേക്ക് വരാം. മാറുമറക്കാൻ പെണ്ണിന് അവകാശമുണ്ടായിരുന്നോ? ഇവിടെ സ്വത്തിൽ പെണ്ണിന് അവകാശമുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു നമ്മുടെ ഭാരതത്തിലെ സ്ത്രീകൾ ഒരു കാലത്ത് കഴിഞ്ഞിരുന്നത്? ആരാണ് അവർക്ക് ശ്വസിക്കാനുള്ള ശുദ്ധവായു നൽകിയത്? ആരാണ് ഈ നിലപാടുകൾ മാറ്റിയത്? അവിടെയാണ് പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന 6-ാം നൂറ്റാണ്ടിലെ കാട്ടാള ജനവിഭാഗത്തിന്റെ മുഖത്ത് നോക്കി ലോകത്ത് സിംഹഗർജനം നടത്തിയ ഒരു സ്ത്രീ വിമോചകനുണ്ട്. ആ സ്ത്രീ വിമോചകന്റെ പേരാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞത് എന്താണ്? ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ കാന ലഹു സലാസു ബനാതിൻ ഔ സലാസു അഖവാതിൻ ഔ ഇബ്നതാനി ഔ ഉഖ്താനി ഫഅഹ്സന സുഹബതഹുന്ന വത്തഖല്ലാഹ ഫീഹിന്ന ഫലഹുൽ ജന്ന. ജീവനോടെ പെണ്ണുങ്ങളെ കുഴിച്ചു മൂടിയിരുന്ന 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃത സമൂഹത്തോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, നിങ്ങൾ 2 പെൺമക്കളെ അല്ലെങ്കിൽ 3 പെൺമക്കളെ സഹോദരിമാരെ നിങ്ങൾ വളർത്തുകയാണെങ്കിൽ, അവർക്ക് വിവാഹപ്രായമെത്തുമ്പോൾ അവരെ കെട്ടിച്ചു വിടുകയാണെങ്കിൽ, അവരെ കാര്യത്തിൽ പടച്ചതമ്പുരാനെ പേടിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച നേതാവ്, ലോകം കണ്ട ഏറ്റവും വലിയ സ്ത്രീ വിമോചകൻ, അത് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവാണോ സ്ത്രീ വിരോധി? ആ നേതാവാണോ സ്ത്രീ വിരോധി? ഞാൻ ചോദിക്കട്ടെ, മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച ഒരു മതം എങ്ങനെയാണ് സ്ത്രീ വിരുദ്ധത അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നത്? മാതാവിന്റെ കാൽ ചുവട്ടിലാണ് സ്വർഗം. ഇന്നും നിങ്ങൾക്ക് കണക്കെടുക്കാം. നിങ്ങളുടെ ഈ തെക്കൻ ജില്ലയിൽ നിങ്ങൾ കണക്കെടുക്ക്. ഈ ആലപ്പുഴ ജില്ലയിൽ, തൊട്ടടുത്ത കൊല്ലം ജില്ലയിൽ, കോട്ടയം ജില്ലയിൽ, ഈ പരിസരത്തെ ജില്ലകൾ നിങ്ങൾ എടുക്കുക. അവിടെയുള്ള വൃദ്ധസദനങ്ങളിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കുറഞ്ഞു കാണാൻ കഴിയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരെ ആയിരിക്കും. തീരെയില്ല എന്നല്ല ഞാൻ പറയുന്നത്. മാതാപിതാക്കൾ ഭാരമായി കാണുന്ന മക്കൾ ഇന്നുണ്ട്. അവർ ഏറെ ഭയപ്പെടണം അല്ലാഹുവിന്റെ പരലോകത്തെ. പ്രായമാകുന്ന മാതാപിതാക്കളെ അവഗണിക്കുന്നവർ, അവർ നരകം ഭയപ്പെടണം. അവർക്ക് കൊടുക്കേണ്ട പരിഗണന എത്രത്തോളമാണ്? മുത്തുനബിയുടെ അടുത്തൊരു സ്വഹാബി വന്നില്ലേ, യുദ്ധത്തിന് പോകാനുള്ള കൊതി കൊണ്ട്, ജിഹാദിനുള്ള ആഗ്രഹം കൊണ്ട്, അവിടെ വെച്ച് രക്തസാക്ഷിയാകാനുള്ള മോഹം കൊണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? എന്താ ചോദിച്ചത്? വാപ്പിയമ്മയൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ട് നബി. പ്രായവരാണോ? അതെ നബിയെ. ഓല നോക്കിയാ മതി, അവരെ പരിപാലിച്ചാ മതി, അതിനേക്കാളും വലിയ കൂലി ഇതിനില്ലട്ടോ. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ സഹോദരിമാരോട് പറയട്ടെ, വാട്സപ്പുകളിലൂടെ നമ്മൾ ചില ക്ലിപ്പുകൾ കാണാറുണ്ട്. പ്രായമായ അമ്മയെ, പ്രായമായ ഉമ്മയെ വെളിയിലേക്ക് തള്ളിയിട്ട് ചുടുവെള്ളം മുഖത്തൊഴിക്കുന്ന മരുമകളുടെ ചിത്രം, സ്വത്തിനു വേണ്ടി പിതാവിനെ തല്ലിക്കൊല്ലുന്ന മക്കളുടെ ചിത്രം. എത്ര വേദനാജനകമായ കാര്യമാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താണ്? മാതാവിന്റെ കാൽ ചുവട്ടിലാണ് സ്വർഗം. അവരോട് വിനയം കാണിക്കണേ, അവരെ ആദരിക്കണേ, അവരെ ബഹുമാനിക്കണേ. അവർക്ക് വെറുപ്പുണ്ടാകുന്ന വാക്ക് പറയരുതേ, അവരോട് ചെയ്യുന്ന വാക്ക് പോലും പറയരുതേ. അവർക്ക് ആവശ്യമായ പരിചരണം കൊടുക്കണേ എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. ആ നേതാവാണോ, ആ നേതാവ് പ്രചരിപ്പിച്ച മതമാണോ ഈ രാജ്യത്ത് സ്ത്രീ വിരുദ്ധത പറയുന്നത്? എത്രയെത്ര വചനങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. വഫാത്തിന്റെ വേളയിൽ പോലും പുണ്യനബി പറഞ്ഞത് അല്ലാഹ് അല്ലാഹ് ഫിന്നിസാ ഫിന്നിസാ. നിങ്ങൾ പെണ്ണുങ്ങളെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കണേ. എനിക്ക് മനസ്സിലായിട്ടില്ല ഇസ്ലാം എവിടെയാണ് ഈ പെണ്ണുങ്ങളെ അവഗണിക്കുന്നത് എന്ന്. എന്താണ് പരിഗണന? അല്ലെങ്കിൽ എന്താണ് സ്വാതന്ത്ര്യം? പെണ്ണടിഞ്ഞാടലാണോ? അതാണോ സ്വാതന്ത്ര്യം? അതല്ല. ഇന്നിപ്പോ പ്രചാരം എന്തിനാ ഈ മറ? ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ എന്നെ കാണുന്നു. സംഘാടകർ പറഞ്ഞു, ഉസ്താദേ, ആണുങ്ങൾ ഒത്തിരി കുറഞ്ഞാലും പെണ്ണുങ്ങൾ കണ്ടമാനുണ്ടാവുന്നു. ഞാൻ അപ്പൊ അതൊന്നും കണ്ടിട്ടില്ല. അതിനിപ്പോ അഥവാ ആണുങ്ങൾ കുറയാണെങ്കിൽ മൂല്യൊരു വയല് പറയില്ല, എന്ത് ചെയ്യണ്ട, ഒരു ഉസാറ് കുറവ് കാട്ടണ്ടെന്ന് കരുതിയിട്ട് സംഘാടകർ പറയുന്ന ഒരു മേറ്ററും ആകും. പക്ഷെ ഇവിടെ അങ്ങനല്ല കേട്ടോ, ഇവിടെ പെണ്ണുങ്ങൾ കണ്ടമാനുണ്ട്. അപ്പൊ ഈ മറന്റെ അപ്പുറത്തിരിക്കുന്ന കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടിയൊക്കെ ഉണ്ടാവും ഒരു തോന്നൽ, ഇങ്ങനെ ഒരു മറക്ക് വേണം. അതപ്പോ ഞങ്ങൾ മനുഷ്യരല്ലേ, ഞങ്ങളൊന്ന് ഇരുന്ന് കണ്ടിച്ചിട്ട് ഇപ്പൊ എന്താ കുഴപ്പം? ഈ മറ ഉണ്ടല്ലോ, അത് വയലിന്റെ സദസ്സിൽ മാത്രം ഉണ്ടാകേണ്ട ഒരു മറൊന്നുമല്ല കേട്ടോ. ഇവിടെ എന്തായാലും വേണം, കാരണം ഇവിടെ ദീനാണല്ലോ പറയുന്നത്. ഇവിടെ തന്നെ മറ ഇല്ലെങ്കിൽ പിന്നെ എന്താ ഉണ്ടാകുക? ഞങ്ങളെ മലപ്പുറത്തൊരു ചൊല്ലുണ്ട്, മൊല്ലാക്ക നിന്ന് പാത്തിയാല് മക്കള് നടന്നു പാത്തു. അപ്പൊ ഇത് മാതൃകയായിരിക്കണം. ഈ മറ നമ്മുടെ കല്യാണ വീടുകളിൽ വേണം. ഈ മറ ധാർമ്മികതയുടെ മറയാണ്, മതത്തിന്റെ മറയാണ്. ആണും പെണ്ണും തുല്യമാണെന്ന് പറയുന്നവർ അവര് മതം പഠിക്കാത്തവരാണ്, അവര് ശാസ്ത്രബോധമില്ലാത്തവരാണ്, മനുഷ്യന്റെ ശരീരശാസ്ത്രത്തെ കുറിച്ചുള്ള ബാലപാഠം പോലും ഇല്ലാത്തവരാണ്. അതേ പറയാള്ളൂ, അതവിടെ കേട്ടെ. മനുഷ്യന്റെ ശരീരശാസ്ത്രത്തെ കുറിച്ചുള്ള ബാലപാഠമുള്ളവർ പറയോ ആണും പെണ്ണും ഒരുപോലെയാണെന്ന്?
ആണും പെണ്ണും ഒരുപോലെയാണോ? എന്തൊരു കഷ്ടം. ഇപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ, യൂണിഫോം ഒരുപോലെ. ഓ, എല്ലാ പെണ്ണുങ്ങളും പാന്റും കുപ്പായിട്ടാൽ സമത്വമായി. ഇത് തിരിച്ചും വേണ്ടേ? ആണുങ്ങളൊക്കെ സാരി എടുക്കുക. അപ്പൊ നമ്മളൊക്കെ ഒരു ചുരിദാരെടുത്ത് പ്രസംഗിച്ചാൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും? അല്ല, അങ്ങട്ടില്ല. അപ്പൊ ഇവരാണ് സത്യത്തിൽ ഈ പെണ്ണിനെന്തോ കുറവുണ്ട് എന്ന് പറയുന്നത്. പെണ്ണിന് ഇപ്പൊ എന്തോ കുറവ് ഇവർ പറയാതെ പറയാ പെണ്ണിപ്പോ ഒരു കുറവാണ്, പെണ്ണ് ആണിന്റെ മാതിരി ആകണം. ഈ വസ്ത്രത്തിനോടുകൂടെ പെണ്ണല്ലായോ? ഓരോന്നിനും ഓരോന്നില്ലേ? ഇതൊക്കെയാണ് ഇപ്പൊ ഇസ്ലാം പഴഞ്ചനാണെന്ന് പറയുന്നത്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു 2-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് 228-ാം വചനത്തിൽ കാണാൻ കഴിയും, വലിരിജാലി അലൈഹിന്ന ദറജ. ആണും പെണ്ണും തുല്യമല്ല എന്നപ്പ അതിന്റെ അർത്ഥം. അതാണ് ഇപ്പൊ അതിന്റെ ആശയം. ആണും പെണ്ണും തുല്യമല്ലാന്ന് അള്ളാന്റെ ഖുർആൻ പറഞ്ഞതാണ്. ഖുർആൻ ആരിറക്കിയ ഗ്രന്ഥ, അത് തിരുത്തേണ്ട ഗതികേടില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹഫിളൂൻ. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതെന്താണ്? ഞാനാണ് ഖുർആൻ അവതരിപ്പിച്ചത്, അതുകൊണ്ട് തന്നെ അന്ത്യനാൾ വരെ ഖുർആനിന്റെ സന്ദേശങ്ങൾ ഞാൻ നിലനിർത്തും. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഈ പരിശുദ്ധമായ ഖുർആൻ പടച്ച തമ്പുരാന്റെ പക്കലിൽ നിന്നല്ല അവതരിച്ചതെങ്കിൽ അതിൽ നിങ്ങൾക്ക് ലവജദൂ ഫീ ഇഖ്തിലാഫൻ കസീറാ, അഭിപ്രായ ഭിന്നതകൾ കാണാൻ കഴിയും. അതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും, അതിൽ സംഘർഷഭരിതമായ ആശയങ്ങൾ ഉണ്ടാകും, കാലത്തിന് യോജിക്കാത്ത നിലപാടുകൾ ഉണ്ടാകും. പടച്ച റബ്ബാണ് സത്യം. വല്ലാഹി സുമ്മ വല്ലാഹി, ഈ നൂറ്റാണ്ട് ഇത്ര പുരോഗതിപ്പെട്ടിട്ട് ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ അതിവേഗം മുന്നോട്ട് പോയിട്ട് പോലും 6-ാം നൂറ്റാണ്ടിൽ അറേബ്യൻ സമൂഹത്തോട് സംസാരിച്ച ഖുർആനിന്റെ ഒരാശയം ഈ പുതിയ കാലത്ത് തിരുത്തേണ്ട ഗതികേട് വന്നിട്ടുണ്ടോ? മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു ഗതികേട് വന്നിട്ടില്ല. പിന്നെ ചിലര് പറയും ഈ ഹദീസ് ആയത്തിനെതിരാണ്, ഹദീസും ആയത്തും പഠിക്കാത്തവരാണ്. ഓലാണ് ഈ ബലിയടങ്ങേറ്. മതം ഭയങ്കര ഉഷാറ, ഒരു കുഴപ്പമില്ല.